ഭയക്കേണ്ടവർ തെറ്റ് ചെയ്തവർ മാത്രമാണ്, അല്ലാത്ത ആരും ഭയക്കേണ്ടതില്ല. ഗൂഢാലോചന നടത്തിയവരാണ്. തന്നെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് പറഞ്ഞത് പണ്ട് മുഖ്യമന്ത്രി. മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി പരിഹാസപാത്രമാവുകയാണ് ചെയ്തത്. മാധ്യമങ്ങളെല്ലാം കൂടി അദ്ദേഹത്തെ പരിഹാസപാത്രമാക്കി തീർക്കുകയാണ്. ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് ഇല്ല. പകരമുള്ളത് മാധ്യമ മാഫിയയുമില്ല. പ്രാസമുള്ള പേരാണെങ്കിലും അതുമില്ല. ഇപ്പോൾ ഉള്ളത് മാധ്യമ കാർട്ടലാണ്. കാർട്ടൽ, മയക്കുമരുന്ന് രാജാക്കന്മാരുടെയൊക്കെ കാർട്ടലുണ്ടല്ലോ, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒന്നും. ആ ശൃംഖല പോലെ ഒന്നാണുള്ളത്. ഇത് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ജോർജ് സൊറോസ് മാത്രമല്ലേ ഉള്ള, അതുപോലെയുള്ള പല സംഘങ്ങളുമുണ്ട് ഇന്ത്യയെ ഡീസ്റ്റാബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ പണം പിൻപറ്റിക്കൊണ്ട് നടത്തുന്ന മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇന്ത്യയിലാകമാനം. കേരളത്തിലുമുണ്ട് അതിൻ്റെ വേരുകൾ. അതിൽ നിന്ന് പണം പിൻപറ്റുന്നവരാണ് വളരെയധികം ജോർജ് സൊറോസിനോടുള്ള ലോയൽറ്റിയോടുകൂടി അവരുടെ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില ലക്ഷണങ്ങളുണ്ട് കേരളത്തിൽ. ഞാൻ സംശയിക്കുന്നു, തീർച്ചയായിട്ടും സംശയിക്കുന്നു, കേരളത്തിലെ ഈ ദിലീപിനെതിരെയുള്ള കേസിലും അതുണ്ടായിട്ടുണ്ട്. ഒരു മര്യാദയുമില്ലാതെ, ഒരു നീതീകരണവുമില്ലാതെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായ ഹണി എം വർഗീസിനെതിരെ മാധ്യമങ്ങൾ നടത്തിയ മാധ്യമ വിചാരണയ്ക്ക് പിന്നിലും അതുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.